ജനസംഖ്യാ കണക്കെടുപ്പിന്റെ അഥവാ സെൻസസ് 2027 ആദ്യഘട്ടം ഏപ്രിൽ 1-നും സെപ്റ്റംബർ 30-നും ഇടയിൽ നടക്കും. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇതിനിടയിലുള്ള സൗകര്യപ്രദമായ 30 ദിവസം തിരഞ്ഞെടുക്കാം. ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു. ഓരോ വീട്ടിലെയും അടിസ്ഥാന സാഹചര്യങ്ങൾ, ആസ്തികൾ, സൗകര്യങ്ങൾ തുടങ്ങിയ വിവരങ്ങളാണ് ആദ്യഘട്ടമായ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷനിൽ ശേഖരിക്കുക. വീടാന്തരം കയറിയുള്ള വിവരശേഖരണത്തിന് മുന്നോടിയായി വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാൻ 15 ദിവസം അനുവദിക്കും. എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും ഉൾപ്പെടെ 30 ലക്ഷത്തിലേറെ ഉദ്യോഗസ്ഥരെയാണ് വിവരശേഖരണത്തിനും തുടർ നടപടികൾക്കും നിയോഗിക്കുന്നത്. ജനുവരി 15-നകം ഉദ്യോഗസ്ഥ വിന്യാസം പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. കേരളത്തിൽ 70,000-ഓളം ഉദ്യോഗസ്ഥർക്കാകും ചുമതല. ഓരോ എന്യൂമറേറ്ററും 700 മുതൽ 800 പേരുടെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്. 2027 ഫെബ്രുവരിയിൽ രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയുടെയും സാമൂഹിക സാമ്പത്തിക വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കും. ജാതി സെൻസസും ഒപ്പം നടത്തും. മഞ്ഞുവീഴ്ച കണക്കിലെടുത്ത് ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ സെപ്റ്റംബറിലാകും രണ്ടാം ഘട്ടം. ഡിജിറ്റലായാണ് വിവരശേഖരണം നടത്തുക. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.